സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയുടെ ഇറക്കുമതി തീരുവ കൂട്ടിയതോടെ കേന്ദ്ര സർക്കാരിന് ലോട്ടറി. കസ്റ്റംസ് വരുമാനത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കുകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2026 മെയ് 13-നും ഓഗസ്റ്റ് 2-നും ഇടയിൽ ലോഹങ്ങളുടെ ഇറക്കുമതിയിൽ നിന്ന് കേന്ദ്രത്തിന് ലഭിച്ചത് 10,463 കോടി രൂപ കസ്റ്റംസ് തീരുവയാണ്. തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ അനധികൃത സ്വർണ്ണ ഇറക്കുമതിക്കെതിരായ നടപടികളും ശക്തമാക്കിയിട്ടുണ്ട്. 6 ആഴ്ചയ്ക്കിടെ 160 കിലോഗ്രാമിലധികം സ്വർണം പിടിച്ചെടുത്തു. ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയാണ് കണക്കുകൾ സഭയിൽ അറിയിച്ചത്. ലഭിച്ച തുകയുടെ ഭൂരിഭാഗവും സ്വർണത്തിൽ നിന്നാണ്. പ്ലാറ്റിനം പൂശിയ സ്വർണം ഉൾപ്പെടെയുള്ള സ്വർണ്ണ ഇറക്കുമതിയിൽ സർക്കാരിന് ലഭിച്ചത് 10,040 കോടി രൂപ. വെള്ളി ഇറക്കുമതിയിൽ നിന്ന് 328 കോടിയും പ്ലാറ്റിനത്തിൽ നിന്ന് 95 കോടി രൂപയും ലഭിച്ചു. മെയ് 13 മുതൽ ഇറക്കുമതി തീരുവ സർക്കാർ വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള കണക്കാണിത്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും യഥാർത്ഥ ഇറക്കുമതി തീരുവ 6% നിന്ന് 15% ഉയർത്തിയത്. പ്ലാറ്റിനത്തിന്റെ തീരുവ 6.4% നിന്ന് 15.4%. സ്വർണ്ണ, വെള്ളി കട്ടികൾ, നാണയങ്ങൾ, ആഭരണ നിർമ്മാണത്തിനുള്ള ഘടകങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കും നിരക്കുകൾ ബാധകമാണ്. അനാവശ്യ ഇറക്കുമതി നിരുത്സാഹപ്പെടുത്തുന്നതിനും വിദേശ നാണ്യ ചെലവിലെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു തീരുവ വർദ്ധിപ്പിച്ചത്. ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതി ഉൽപ്പന്നങ്ങളിലൊന്ന് സ്വർണം തന്നെയാണ്. 2025-26 രാജ്യത്തിന്റെ സ്വർണ്ണ ഇറക്കുമതിയുടെ മൂല്യം $72 ബില്യൺ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 24% വർധന. രാജ്യത്ത് സ്വർണ്ണ ഉപഭോഗത്തിൽ ഏപ്രിൽ-ജൂൺ കാലയളവിൽ 6% ഇടിവുണ്ടായിരുന്നു. ഇക്കാലത്ത് 131.4 ടൺ സ്വർണമായിരുന്നു ഉപഭോഗം. കസ്റ്റംസ് തീരുവ കൂട്ടിയതും സ്വർണം വാങ്ങുന്നത് നീട്ടിവെക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയും വിപണിയിൽ സ്വർണ്ണ ഉപഭോഗം കുറയാൻ കാരണമായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.